അധ്വാനിച്ച് ജീവിക്കാൻ തുടങ്ങിയത് മുതൽ സക്കാത്ത് കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും ഈ വീഡിയോ കാണുന്നത്. അതിനുള്ള മെയിൻ റീസൺ നമ്മളെ ഉമ്മയുപ്പയായിരിക്കും. നോമ്പായാലും വിളിച്ച് പറയും, എൻ്റെ സക്കാത്തിന്റെ പൈസ റെഡിയാക്കിക്കോ, ഇന്നയാൾക്ക് കൊടുക്കാറുണ്ട്, ഇങ്ങനെയുള്ള ആൾക്ക് കൊടുക്കാറുണ്ട് അല്ലേ. എന്നാൽ നമ്മൾ കൊടുക്കുന്ന സക്കാത്ത് ലൈഫ് ടൈം നമ്മളെ ഹാപ്പി ആക്കി വെക്കുകയും സക്കാത്ത് സ്വീകരിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ നമ്മൾ എപ്പോഴും ഉണ്ടാവുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായാലും എന്തായിരിക്കും സ്ഥിതി? ഭയങ്കര റാഹത്തായിരിക്കുമല്ലോ. ഒരു കുടുംബം എടുത്തു കഴിഞ്ഞാൽ ഒരറ്റത്ത് ഫിനാൻഷ്യലി ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഫാമിലിയെ കാണാൻ പറ്റും. അത് ബാങ്ക് ലോൺ ആയിട്ടും വീട് ജപ്തിയായിട്ടും എഡ്യൂക്കേഷണൽ ഇഷ്യൂ ആയിട്ടും പല കാര്യത്തിലും കടമായിട്ടൊക്കെ ഉണ്ടാവും. മറ്റേ അറ്റത്ത് അത്യാവശ്യം സക്കാത്ത് കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ള ബിസിനസ്സുകാരും നല്ല ജോലിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. നോർമലി നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ കൊടുക്കുന്ന സക്കാത്ത് വീട്ടുകാർക്ക് അയച്ചു കൊടുത്തിട്ട് അത് സ്പ്ലിറ്റ് ആക്കിയിട്ടാണ് കൊടുക്കുക. പക്ഷെ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ആദ്യം പറയുന്നുണ്ട് നമ്മളെ കുടുംബത്തിലാണ്. കുടുംബത്തിൽ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളെ പിക്ക് ചെയ്യുക. നമ്മളെ സക്കാത്തിൻ്റെ എമൗണ്ട് കൊണ്ട് അയാളുടെ ആ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് പൂർണ്ണമായിട്ടും മാറ്റിക്കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അത് മതി നമ്മളെ സക്കാത്തിൻ്റെ ഗാംഭീര്യം കൂടാൻ. ഓരോ വർഷവും നമ്മളെ കുടുംബത്തിൽ തുടങ്ങി നമ്മളെ അയൽവാസികളിൽ നമ്മളെ സ്റ്റാഫുകളിൽ അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ, ഓരോ ബിസിനസ്സുകാരും ഓരോ പൈസക്കാരും അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ നാട്ടിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന വ്യക്തികളുടെ പൂർണ്ണമായിട്ടുള്ള ഇഷ്യൂസ് അങ്ങ് സോൾവ് ചെയ്യാനും പറ്റും. നാട്ടിൽ സാമ്പത്തിക പ്രശ്നം ഇല്ലാത്ത ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു വരും അല്ലേ. നോർമലി നമ്മൾ ചെയ്യുന്ന ഈ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്ന സംഭവങ്ങളില്ലേ, അത് ഒരു പക്ഷേ അവർക്ക് പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കാൻ അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ഫുഡ് കഴിക്കാൻ കിട്ടുകയുള്ളൂ. കാരണം അത്ര ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തർക്കും താൽക്കാലികമായിട്ട് ആശ്വാസം കിട്ടുന്നുള്ളൂ. പൂർണ്ണമായിട്ടൊരു ആശ്വാസം നമ്മളെ സക്കാത്ത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതല്ലേ നല്ല ഗാംഭീര്യമുള്ള സക്കാത്ത്. പറ്റുവാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. തുടക്കം സ്വന്തം കുടുംബത്തിൽ തന്നെ ആവട്ടെ.